ഹായ് ഹലോ വെൽക്കം ടു CC Plus. CC Plusന്റെ കൊമേഴ്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് ക്ലാസ് നമ്മൾ എടുത്തില്ലേ അല്ലേ? കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സിലായിട്ട് നമ്മൾ കൊമേഴ്സിന്റെ അതായത് +1 +2 കൊമേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്തു അല്ലേ? എന്തൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് എന്താണ് അക്കൗണ്ടൻസി നമ്മൾ നോക്കി, അക്കൗണ്ടൻസിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ്, ജേണൽ എന്താണ്, ലെഡ്ജർ എന്താണ്, പിന്നെ പ്രധാനപ്പെട്ട ടേംസ് എന്താണ് നമ്മൾ നോക്കി. പിന്നെന്താ നമ്മൾ നോക്കിയത്? നമ്മൾ പിന്നെ ബേസിക് കോൺസെപ്റ്റുകളെ പറ്റി നോക്കി. എങ്ങനെയാണ് ഒരു ജേണൽ എഴുതുക, ജേണലിന് എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ നോക്കി അല്ലേ? അങ്ങനെ നോക്കി വരുമ്പോഴാണ് അടുത്ത് നമ്മൾ എവിടെ എത്തുന്നു? ഷെയറിന്റെ കാര്യം എത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തില്ലേ ഷെയറിനെ പറ്റി. എന്താണ് ഷെയർ, എത്ര ടൈപ്പ് ഓഫ് ഷെയർ ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ഷെയർ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു അല്ലേ? ഇനി ആ ഷെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് 2-3 ടേമും കൂടി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഒരു പ്രോബ്ലം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രോബ്ലം ചെയ്യാനും കൂടി തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഇത് നമ്മൾ ഷെയറിനെ പറ്റി തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഷെയറിന്റെ വേറൊരു ടോപ്പിക്, അതായത് ഷെയറിന്റെ വേറൊരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത് ഓർമ്മയില്ലേ? എന്താ ഷെയർ നമ്മൾ എടുത്തു, ഷെയർ എങ്ങനെയാണ് അവിടെ ചെയ്യണത്. അതായത് ആദ്യം എന്ത് ചെയ്യണം, ഒരു ഇഷ്യൂ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അലോട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇത്തരത്തിൽ അലോട്ട്മെന്റും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ പൈസയൊക്കെ എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് ചേർക്കേണ്ടത്, ഏത് വിധത്തിലാണ് നമ്മൾ ചേർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ കാര്യമാണ് കോൾസ് ഇൻ അരിയേഴ്സ്. എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ്? എന്താ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വെച്ചാല് നമുക്ക് നോക്കാം എന്താന്നുള്ളത്. It may happen that shareholders do not pay the call amount on due date. അല്ലെ? ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ കുറച്ച് ഡേറ്റുകൾ നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ് ഡേറ്റുകൾ പഠിക്കേണ്ടത്? ഒന്നാമത്തത് നമ്മൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ. ഓക്കെ, അലോട്ട്മെന്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ, പിന്നെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്ന ഡേറ്റുകൾ. അതുകൂടാതെ അഥവാ നമ്മൾ എമൗണ്ട് നമ്മൾ പേ ചെയ്തു, പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും പേ ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? ആദ്യം നമ്മൾ ഒരു അഡ്വാൻസ് എമൗണ്ട് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം ഫുൾ പേയ്മെന്റ് ഓരോന്നായിട്ട് കൊടുക്കേണ്ട ഡേറ്റുകൾ. ഇപ്പൊ ചിലപ്പോൾ 1, 2, 3 ഡേറ്റുകളൊക്കെ കൊണ്ട് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ അടയ്ക്കുന്നുണ്ടാവുക. സോ ആ ഡേറ്റുകൾ നമ്മൾ കണക്കാക്കണം അല്ലെ? സോ ഇത്തരത്തില് ഇവിടെ പറയുന്ന എന്താണ്, ഇവിടെ ഷെയർ ഹോൾഡർ കോൾ മണി ഇവിടെ എന്ത് ചെയ്യുന്നു, ഡ്യൂ ഡേറ്റിൽ അടയ്ക്കുന്നില്ലെങ്കിൽ, അതാണ് ഇവിടെ പ്രത്യേകമായിട്ടും ഒരു പോയിന്റ് അവിടെ എടുത്തു പറഞ്ഞു. എന്ത്? ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് പേ അല്ലെ? ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് പേ ദ കോൾ എമൗണ്ട് ഓൺ ഡ്യൂ ഡേറ്റ്. അതായത് ഡ്യൂ ഡേറ്റിന് കോൾ എമൗണ്ട് അടച്ചില്ലെങ്കിൽ അപ്പൊ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ്. ഓക്കെ, കത്തിയില്ലേ ആദ്യത്തെ പോയിന്റ്. ഇനി അടുത്ത്, when any shareholders fails to pay the amount due on allotment or on any of the calls, such amount is known as calls in arrears or unpaid capital. ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ചില സമയത്ത് ഡേറ്റിൽ അടയ്ക്കാതിരിക്കും അല്ലെ? നമ്മളൊക്കെ ചെയ്യാറില്ലേ? നമ്മളൊക്കെ ചില സമയത്ത് എന്ത് ചെയ്യും, പൈസ അടയ്ക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞ് പിന്നെയും കൂടും. നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്കറിയുന്ന ഒരു കാര്യമാണ് അല്ലെ? ഇലക്ട്രിസിറ്റി ബില്ല് ഒരു എമൗണ്ട്, ഒരു ഡേറ്റ് ഉണ്ടാവും അല്ലെ? 31/1 ജനുവരി 31 അടയ്ക്കേണ്ടത്. ജനുവരി 31 അടച്ചാൽ പിഴ കൂടാതെ ജനുവരി 31 അടയ്ക്കാം എന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഉണ്ടാവുക അല്ലെ? ഇനി പിഴയോടുകൂടി എത്ര വരെ അടയ്ക്കാം? 10 ഫെബ്രുവരി വരെ അടയ്ക്കാം. രണ്ടാമത്തെ പോയിന്റ്, ആ 10 ഫെബ്രുവരിയും കഴിഞ്ഞാൽ എന്ത് ചെയ്യും? KSEBിക്കാർ വന്നിട്ട് നമ്മളെ ഫ്യൂസ് വരും അല്ലെ? ഇതന്നെ അവിടെ സംഭവിക്കുന്നത്. സോ അതേപോലെ ഇവിടെ ഷെയറിന്റെ എമൗണ്ട് ആ പറഞ്ഞ ഡേറ്റിൽ അടയ്ക്കാതിരുന്നാൽ അത്തരത്തിൽ പറയുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജേണൽ എഴുതണം അല്ലെ? ഇനി ഷെയറിന്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ ജേണൽ കുറേ നമ്മൾ പഠിക്കാനുണ്ട്, ഓരോ ജേണൽ എൻട്രിയും. പക്ഷെ ഈ ജേണൽ എൻട്രി ഒന്നും എന്ത് ചെയ്യണ്ട, മനപ്പാഠം പോലെ പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക. അതാണ് ഏറ്റവും നല്ല. അല്ലേ നമുക്ക് 100 200 ജേണൽ എൻട്രി ഒക്കെ നമുക്ക് മനപ്പാഠം പഠിക്കാൻ പറ്റുമോ? ഇല്ല, വേറെ സബ്ജക്റ്റുകൾ പഠിക്കണ്ടേ? അപ്പൊ ഇവിടെ നമ്മൾ ചില ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ കോൾസ് ഇൻ അരിയേഴ്സ് വരുമ്പോൾ അവിടെയുള്ള ജേണൽ എൻട്രി ആണ് calls in arrears account debtor to share first call amount, the share first call account to share second and final call account. ചില സമയത്ത് അരിയേഴ്സ് വരുന്ന സമയത്ത് ഒരു പ്രാവശ്യമായിരിക്കില്ല. ഓക്കെ, നമ്മൾ ഷെയറിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2-3 തരത്തിൽ കോള് വരും. എങ്ങനെയാ? ആദ്യം ആപ്ലിക്കേഷൻ മണി വിളിക്കുന്ന സമയത്ത്
അപ്ലിക്കേഷൻ മണി. അത് കഴിഞ്ഞാലോ അലോട്ട്മെന്റ്, അപ്ലിക്കേഷൻ അലോട്ട്മെന്റ്. അതിനുശേഷമാണ് ഇത്തരത്തില് കോൾസിന്റെ കാര്യം വരിക അല്ലെ. ഇപ്പൊ 100 രൂപയാണ് ഷെയർ ഉണ്ടെങ്കിൽ, 100 രൂപ ഷെയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്ലിക്കേഷൻ മണി എത്ര ആയിരിക്കും? 20 രൂപയായിരിക്കും അല്ലെ. അപ്ലിക്കേഷൻ മണി 20 രൂപ. അലോട്ട്മെന്റിനും എത്ര ഉണ്ടാവുക? 20 രൂപയായിരിക്കും. ബാക്കി എത്രയുണ്ട്? 100-ല് 40 കഴിച്ച് ബാക്കി 60 രൂപയുണ്ട് അല്ലെ. 60 രൂപ എന്ത് 2 കോളിലായിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കോളില് 30 രൂപ, ഇനി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളില് 30 രൂപ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ 100 രൂപ കിട്ടി അല്ലെ. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് കോളും അല്ലെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളും ചിലപ്പോൾ എന്ത് ചെയ്യും? അരിയേഴ്സ് ആയിട്ട് വിളിക്കുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോൾസിന്റെ അരിയേഴ്സിനെ ജേണൽ എഴുതുമ്പോൾ ദാ ഇങ്ങനെ നമ്മൾ ജേണൽ എൻട്രി എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം എന്താണെന്നുള്ളത്. ഓൺ റെസിപ്റ്റ് ഓഫ് ദ കോൾ എമൗണ്ട് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കോൾ എമൗണ്ട് നമ്മളിവിടെ കോൾസിന്റെ അരിയേഴ്സ് ഉണ്ടാക്കിയാൽ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അടയ്ക്കണം, നിർബന്ധമായിട്ട് അടയ്ക്കണം. കാരണം എന്താ? നമ്മൾ വൈകിപ്പിച്ചതാ പൈസ അല്ലെ. പൈസ നമ്മൾ വഴിയിപ്പിച്ചു, അതുകൊണ്ട് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് നമ്മൾ തന്നെ അടയ്ക്കണം അല്ലെ. അത്തരത്തില് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ എഴുതണം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. സിമ്പിൾ അല്ലേ ജേണൽ എൻട്രി? അതായത് ബാങ്ക് അക്കൗണ്ട് ആണ് ഡെറ്റർ ആയിട്ട് വരിക, കോൾസ് ഇൻ അരിയേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്ത്? ലേറ്റ് ആക്കിച്ചത്. അപ്പോ അതിനെന്ത് വന്നു? കോൾസ് ഇൻ അരിയേഴ്സിന് ഇൻട്രസ്റ്റ് അക്കൗണ്ട് വന്നു. സിമ്പിൾ ആയ ജേണൽ എൻട്രി നമ്മൾ എഴുതണം. ഓക്കെ, ഇനി ഇവിടെ കോൾസ് ഇൻ അരിയേഴ്സ് മാത്രമല്ല, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുമ്പോൾ ലേറ്റ് ആവുകയാണ് അല്ലെ. പക്ഷെ മുൻകൂട്ടി അടച്ചാലോ? മുൻകൂട്ടി നമ്മൾ ചിലപ്പോൾ അടയ്ക്കും അല്ലെ. ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ അല്ലാതെ എല്ലാം കൂടി സെക്കൻഡ് കോൾ എമൗണ്ട് കൂടി നമ്മൾ ഫസ്റ്റ് കോൾ തന്നെ അടച്ച് നമ്മൾ എന്ത് ക്ലോസ് ചെയ്യും. അപ്പൊ അവിടെ അഡ്വാൻസ് ആണ് വരിക അല്ലെ. അവിടെ അഡ്വാൻസ് വരുന്നത് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? കോൾസ് ഇൻ അഡ്വാൻസ്. എന്താ കോൾസ് ഇൻ അഡ്വാൻസ്? സംടൈം ഷെയർ ഹോൾഡേഴ്സ് പേ a part of the whole of the amount of the calls not yet made. The amounts are received from the shareholders is known as calls in advance. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പൊ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ്. അവിടെ ഇതേപോലെ ജേണൽ എൻട്രി എഴുതണം. എങ്ങനെ ജേണൽ എൻട്രി വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ പേരെന്താ? ഇങ്ങനെ എഴുതുന്നതിന്റെ പേരെന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അല്ലേ. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്തേക്കെ. ഇനി അതേപോലെ തന്നെ ഇത്തരത്തില് കോൾ എമൗണ്ടിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പെർട്ടിക്കുലർ കോൾ അക്കൗണ്ട്. ഏത് കോളാണോ ആ കോള് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഇങ്ങനെയാണ് അഡ്വാൻസ് ആവുന്ന സമയത്ത് നമ്മൾ എഴുതാറ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടാക്കും ചെയ്ത് നോക്കാം, ഒരുമിച്ച് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വായിച്ചു നോക്കൂ. മരീന ലിമിറ്റഡ് രജിസ്റ്റേർഡ് വിത്ത് ആൻ ഓതറൈസ്ഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ₹2 lakh. മറീന ലിമിറ്റഡ് അവിടെ ഒരു ഇക്വിറ്റി ക്യാപിറ്റൽ ഇറക്കിയിട്ടുണ്ട്. എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. ഒന്നാമത്തെ പോയിന്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കറക്റ്റ് ആയിട്ട് അതിന്റെ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ദെൻ ഡിവൈഡ് ഇൻടു 2000 ഷെയർസ് ഓഫ് ₹100. ആ 2 ലക്ഷം ഷെയർ 2 ലക്ഷം ഇക്വിറ്റി ക്യാപിറ്റല് നമ്മൾ 100 രൂപയുടെ 2000 ഷെയറുകളാക്കി മാറ്റി. ഒന്നാമത്തെ പോയിന്റ് ആയി. ദെൻ issued for subscription of ₹1000 shares payable at 25 per share on application ₹30 per share on allotment. ഈ 2000 തന്നെ 1000 ഷെയർ അവിടെ എന്ത് ചെയ്തു? പേബിൾ ചെയ്യാണ്. എങ്ങനെ? 25 രൂപ അപ്ലിക്കേഷന്, 30 രൂപ അലോട്ട്മെന്റിന്. ഓക്കെ, 25 രൂപ അപ്ലിക്കേഷന്, 30 രൂപ അലോട്ട്മെന്റിന്. അടുത്തെന്താ? ₹20 per share on first call and the balance as and when required. അതിനകത്ത് 20 രൂപ ഫസ്റ്റ് കോളിന് വിളിച്ചു, പിന്നെ ബാക്കി ബാലൻസ് ഉള്ളത് അടുത്ത കോൾ. ഇപ്പൊ ബാലൻസ് ഇവിടെ എത്രയാ വരിക? ഇവിടെ വരുന്ന ബാലൻസ് നോക്കൂ. എവിടെയാണ്? നോക്കൂ ഇവിടെ. ഇതാ എത്രയാ? അപ്ലിക്കേഷന് 25 അല്ലെ. ദെൻ അലോട്ട്മെന്റ് എത്രയാ വരുന്നത്? 30. പിന്നെ അടുത്ത ഫസ്റ്റ് കോളിന് എത്രയാ വരുന്നത്? 20. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5, 3, 2, 5, 2, 7, 75. ബാക്കി എത്ര ഉണ്ട്? 25. അപ്പൊ 25 ആണ് ബാക്കി ബാലൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. അപ്ലിക്കേഷൻ മണി ഓൺ 1000 ഷെയർസ് വാസ് ഡ്യൂലി റിസീവ്ഡ് ആൻഡ് അലോട്ട്മെന്റ് വാസ് മെയ്ഡ് ടു ദം.
the allotment amount was received in full, but when the first call was made, one shareholders failed to pay the amount of 100 shares held by him. ഇവിടെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് വന്നിരിക്കുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് അടച്ചെങ്കിലും അതിന്റെ ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, 100 ഷെയറിന്റെ പൈസ അവിടെ ഫെയിൽ ചെയ്തു, ഫെയിൽ ടു പേ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ ഉണ്ടാക്കേണ്ടത്, ആ ഒരാൾ മാത്രമല്ല, അടുത്ത സെന്റൻസ് നോക്കൂ. ആൻഡ് അനദർ ഷെയർ ഹോൾഡേഴ്സ് വിത്ത് 50 ഷെയർ പെയ്ഡ് ദ എൻറ്റയർ എമൗണ്ട് ഓൺ ഹിസ് ഷെയർസ്. അവിടെ മറ്റൊരാൾ എന്ത് ചെയ്തു, 50 ഷെയറിന്റെ പൈസ ഒന്നാകെ പേ ചെയ്തു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രികളാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെ നോക്കാം? ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത് നോക്കൂ, ആദ്യത്തത് മണി, ആപ്ലിക്കേഷൻ മണി. ആപ്ലിക്കേഷൻ മണി എത്രയായിരുന്നു? 1000 ആണല്ലേ നമ്മളെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വിചാരിച്ചത്. 2000 ഉണ്ടെങ്കിൽ കൂടി നമ്മൾ 1000 ആണ് അവിടെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലെ. സോ ആ 1000ന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ മണി കാണേണ്ടത്. ആപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 25 ആണ് അല്ലെ. ആപ്ലിക്കേഷൻ എമൗണ്ട് 25 ആണ്. അങ്ങനെ 25 വരുന്ന സമയത്ത് ജേണൽ എങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ. ഇവിടെ ആദ്യം ഷെയർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ. ഇവിടെ എത്ര വരും, 1000 ഇൻറ്റു 25, അന്നേരം എത്ര വരും, 25,000 രൂപ വരും. ഒന്നാമത്തെ ജേണൽ എൻട്രി. ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റണം അല്ലെ. ആപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റാം. അന്നേരം ഇവിടെ എമൗണ്ട് എങ്ങനെ എഴുതുക, ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതൊരു സ്റ്റോറി പോലെ നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, സ്റ്റോറി പോലെ എത്ര എമൗണ്ട് വരിക, ഇവിടെ എത്രയാണോ എമൗണ്ട് ആ സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. ഇവിടെ ആപ്ലിക്കേഷൻ ആണ്, ആ ആപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റി, നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി 25,000 രൂപ. ആദ്യത്തേത് സെറ്റായി അല്ലെ. ഇനി അടുത്തെന്താ വരിക, ഇനിയാണ് അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് എത്രയായിരുന്നു, അലോട്ട്മെന്റും അവിടെ 1000 ഷെയർ ആണ് അലോട്ട് ചെയ്യുന്നത്. 1000 ഷെയറിന് 30 ആണ് അലോട്ട്മെന്റിന് അവിടെ പൈസ വന്നത് അല്ലെ. 30 ആണ് വന്നത്. 1000 ഷെയർ 30 നോക്കുമ്പോൾ എത്രയാ നമുക്ക് വരിക, 30,000 ആണ് വരിക അല്ലെ. 30,000 വന്നു. എങ്ങനെയായിരിക്കാം ജേണൽ എൻട്രി, നമ്മൾ കഴിഞ്ഞ ജേണൽ എൻട്രി പഠിച്ച പോലെ തന്നെ അവിടെ എന്തേ മാറ്റമുള്ളൂ, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇതേ രീതിയിലാണ് ജേണൽ എൻട്രി എഴുതുക. എമൗണ്ട് എങ്ങനെയാ, എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1000 ഷെയർ 30 വീതം 30,000 രൂപ നമുക്ക് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് വേണം, ഈ അലോട്ട്മെന്റ് മണി നമ്മളെ കയ്യിൽ കിട്ടി. ഈ മണി നമ്മൾ ബാങ്കിലോട്ട് മാറ്റണം അല്ലെ. ബാങ്കിലോട്ട് അത് ഷെയർ ചെയ്യണം. സോ ആ ഷെയർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് 30,000 രൂപ. ഓക്കെ, നാളെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 200 പ്രിഫറൻസ് ഷെയർസ്. അവിടെ 100 ഇക്വിറ്റി ഷെയറും 100 പ്രിഫറൻസ് ഷെയറും അവിടെ എന്ത് വന്നിട്ടുണ്ട്, അവിടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് മാറ്റി എടുത്തിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, നമ്മൾ ജേണൽ എൻട്രി എഴുതാൻ. ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം. ഓക്കെ, ഇവിടെ വരുന്നു അടുത്ത എന്താ നോക്കൂ, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ എന്താ ഫസ്റ്റ് കോൾ ആണ് അല്ലെ. ഫസ്റ്റ് കോൾ ആണ്, 1000 ആണ് എമൗണ്ട് വരുന്നത്, 20 അല്ലെ. 1000 ഇൻറ്റു 20 ആണ് വരുന്നത്, 20,000 ആണ് എമൗണ്ട് വരുന്നത്. സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. അടുത്ത വരുന്നുണ്ട് എന്താണ്, അടുത്തത് ചില കാര്യമാണ് നോക്കൂ. അടുത്ത് നമ്മൾ അരിയേഴ്സിന്റെ കാര്യവും പറഞ്ഞു, അഡ്വാൻസിന്റെ കാര്യവും പറഞ്ഞു അല്ലെ. അവിടെ ഒരു എമൗണ്ടിന്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലേ, അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകും. നോക്കൂ, ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് ഓൺ 900 ഷെയർസ്, കോൾസ് ഇൻ അരിയേഴ്സ് 100 ഷെയർസ് അറ്റ് ₹20 പെർ ഷെയർ ആൻഡ് കോള്. അവിടെ എന്ത് വരുന്നുണ്ട്, അവിടെ ഒരു 100 ഷെയറിന്റെ ഒരു ഡിഫറൻസ് കോൾസ് ഇൻ അരിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ആ കോൾസ് ഇൻ അരിയേഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ 1000 ആണ് ഷെയർ എങ്കിൽ 1000ൽ നിന്ന് 100 നമ്മൾ കുറച്ചുകൊണ്ട് 900 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 900 ഷെയറിന് മുകളിലാണ് നമ്മൾ അവിടെ കണക്കാക്കേണ്ടത് അല്ലെ. 900ന് മുകളിലാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 900 ഷെയറിന് മുകളിലാണ് നമ്മൾ അവിടെ എന്ത് കാണുന്നുണ്ട്, കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ കാണേണ്ടത്. കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ അവിടെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ എങ്ങനെ വരും, ഇവിടെ 2 അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ആയിട്ട് വരും അല്ലെ. 2 അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ആയിട്ട് വരും. എങ്ങനെയാ നോക്കൂ, അവിടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 19,250, കോൾസ് ഇൻ അരിയേഴ്സ് 2000. കോൾസ് ഇൻ അരിയേഴ്സ് അവിടെ അക്കൗണ്ട് എത്ര വരുന്നു, 2000. ദെൻ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ 20,000,
ദെൻ അടുത്തത് കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് 1250. അവരുടെ കോൾസ് ഇൻ അഡ്വാൻസും കൂടെ അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ നമുക്കറിയാം ഇവിടെ +1 +2 ഹയർ സെക്കൻഡറി എക്സാം ഇങ്ങ് വന്നെത്തിയല്ലേ. കൃത്യമായിട്ട് എത്രയേ ഉള്ളൂ, 2 മാസം കൂടെ നമുക്കുള്ളൂ. 2 മാസം പറയാനാവില്ല, മാർച്ച് ആവുമ്പോഴേക്ക് എക്സാം ഇങ്ങെത്തും. നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ ഒറ്റ മാസമേ നമ്മളെ മുന്നിലുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒറ്റ മാസം കൊണ്ട് കൊമേഴ്സിന്റെ എല്ലാ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, നന്നായി റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. സിമ്പിളാണ്, സബ്ജക്റ്റുകളൊക്കെ വളരെ സിമ്പിളാണ്. എന്നാൽ നമ്മൾ എങ്ങനെ അവിടെ ആ ഒരു സബ്ജക്റ്റിനെ നോക്കിക്കാണുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇവിടെ CC+ല് ഒരു സ്പീഡ് ബൂസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പീഡ് ബൂസ്റ്റർ എന്താ അവിടെ പറയുന്നത്, അവിടെ +1 +2 സബ്ജക്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബൂസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താ കാര്യങ്ങളുള്ളത്, കൂടുതലായിട്ടും സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, വീക്കിലി എക്സാം ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ CC+ല് ഒരു റിവിഷൻ, മാരത്തോൺ റിവിഷൻ പറയും പോലെ സ്പീഡ് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, എല്ലാ കോൺസെപ്റ്റുകളും മനസ്സിലാക്കി പഠിക്കാം, എല്ലാ പരീക്ഷയിലും ഉയർന്ന മാർക്ക് വാങ്ങി നമുക്ക് വിജയിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. കൂടാതെ അക്കൗണ്ടൻസിയുടെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ട്യൂഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾ പറയുന്ന ടോപ്പിക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് ആ ടോപ്പിക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സ് കൊടുക്കാം. ഇന്നതാണ് സാറേ ബുദ്ധിമുട്ട്, എനിക്ക് ഈ ഒരു ഏരിയ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഈ ഒരു ചാപ്റ്റർ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. സോ അതിന് നിന്നുള്ള കൂടുതലായിട്ടുള്ള അധ്യാപകരും അതേപോലെ സോഴ്സസും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷനായിട്ട് ഞാൻ വരും. അതുവരെ ഇപ്പോൾ ബൈ.